പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിൻസി അനിൽ. ഞാൻ അതിരമ്പുഴ മണ്ണാറൂന്ന് ഇടവക അംഗമാണ്. ഞാനൊരു നേഴ്സായിട്ട് കോട്ടയത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുവാണ്. ഞാനൊരു 12 വർഷത്തിന് മേലായി വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുവാണ്. ഓരോ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഒടുവിൽ ഞാൻ ഒരു ഏജൻസിക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പൈസയും സർട്ടിഫിക്കറ്റും അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് കൊടുത്തു. അവിടുന്ന് 2 മാസത്തിനുള്ളിൽ പോകാം എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ആയപ്പോഴത്തേക്ക് അവിടുന്ന് ഏജൻസിയിൽ നിന്ന് ഇങ്ങനെ വിളി വന്നായിരുന്നു, പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പൈസ കൊടുത്തു. പൈസ എല്ലാം കൊടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിനിടയ്ക്ക് 2020 ജനുവരി 14 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഏജൻസിയിൽ നിന്ന് അറിയാൻ പറ്റി പോകാൻ പറ്റത്തില്ല, കൊടുത്ത പൈസയും പോയി, സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലായിരുന്നു. അതിനുശേഷം ഉടമ്പടി എടുത്ത് 2 ആഴ്ചയായുള്ളൂ. അപ്പം എല്ലാവർക്കും അറിയാം ഉടമ്പടി എടുത്തെന്നും ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നതാണെന്നൊക്കെ. അപ്പം ഒത്തിരി കളിയാക്കലുകളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 ആഴ്ച കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം തിരിച്ചു കിട്ടി. പൈസ കിട്ടിയില്ല, കൊടുത്ത പൈസയെല്ലാം പോയി. ഈ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇതിന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലിയും പോയി, പോകാനും പറ്റിയില്ല. അപ്പം അതിൻ്റെ ഒത്തിരി വിഷമത്തിലൊക്കെ ആയിരുന്നു. അതിനുശേഷം കൊറോണ വന്നു. കൊറോണ ആയതുകൊണ്ട് പിന്നെ വേറെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ല, ഉടമ്പടി പുതുക്കാനും പറ്റിയില്ല. വീണ്ടും 2 വർഷത്തിന് ശേഷം റിസൈൻ ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ റീജോയിൻ ചെയ്തു. വീണ്ടും സാധാരണ പോലെ ഡ്യൂട്ടി ചെയ്തു തുടങ്ങി. ഈ സമയത്ത് പല രീതിയിലും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേഴ്സസിനറിയാം, ഇപ്പം UK സീനിയർ കെയറിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നാൽ അതിനു വേണ്ടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി അന്വേഷിച്ചു. ഈ അന്വേഷിക്കുന്ന സമയത്ത് ഏകദേശം 12 ലക്ഷം രൂപയോളം അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും അങ്ങനെ പോകാനായിട്ട്. അപ്പം അതിനുള്ള ഒരു പൈസ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് OET എഴുതാനുള്ള ഒരു ധൈര്യവും ഇല്ല. ഞാനൊരു മലയാളം മീഡിയം സ്റ്റുഡൻ്റാണ്, അതുകൊണ്ട് തന്നെ OET എഴുതിയാൽ കിട്ടത്തുമില്ലെന്നറിയാം. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് 2022 നവംബറിൽ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ധൈര്യമായി. ഇതിനിടയ്ക്ക് ഞാൻ OET ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അത് കിട്ടിയില്ലെങ്കിൽ സീനിയർ കരിയർ വിസയിലാണെങ്കിലും പോകാനായിട്ട് OETയുടെ സ്കോർ കുറഞ്ഞാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ വിചാരിച്ച് അത് പഠിച്ചു തുടങ്ങി. എഴുതാനായിട്ട് എന്നിട്ടും ധൈര്യം ഉണ്ടായില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ OET എഴുതാൻ വേണ്ടി ഡേറ്റ് എടുത്തു. ഡിസംബർ 17 എനിക്ക് OET എഴുതാനുള്ള ഡേറ്റ് കിട്ടി. ഈ സമയത്ത് എനിക്ക് ഉറപ്പാണ് എനിക്ക് കിട്ടത്തില്ല, എന്താണേലും കുറഞ്ഞ സ്കോറിലാണേലും എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എടുത്തത്. അങ്ങനെ എനിക്കിപ്പം 39 വയസ്സായി. ഇപ്പം നേഴ്സസിനറിയാം, നമ്മൾ വർക്ക് ചെയ്യാതെ ഇരുന്നാലും ഏജ് കവർ ചെയ്ത് പോയാലും നമുക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലിക്കൊക്കെ. എന്താണേലും പുറത്തേക്ക് പോകണമെങ്കിൽ എത്രയും പെട്ടെന്ന് പോയേ പറ്റുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ഡിസംബർ 17 ഡേറ്റ് എടുത്തു. ഞാൻ അതിന് മുന്നേ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വന്ന് നിന്നു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കാശുരൂപം തന്നിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ചെയ്തു. എക്സാമിന് ഞാൻ തന്നെയാണ് പോയത്. എക്സാം ഹോളിൽ ചെന്നു. എല്ലാവർക്കും അറിയാം, നമുക്ക് ഉള്ള ടെൻഷൻ ഒന്നും കൂടെ കൂടും എക്സാം ഹോളിൽ ചെല്ലുമ്പോഴത്തേക്ക്. കാര്യം കറക്റ്റ് ടൈമിങ്സൊക്കെ ഉള്ളൂ. ഭയങ്കര ചെക്കിങ്ങാണ്, ഒന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവർ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടേ എക്സാം ഹോളിലേക്ക് കയറ്റുള്ളൂ. അപ്പം ഇവിടെ ഉടമ്പടി എടുത്ത സമയം മുതൽ ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കാണാറുണ്ട്. OET എഴുതുന്നവർ പറയാറുണ്ട് ഉപ്പ് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു എന്ന്. ഞാൻ ഉപ്പ് കൊണ്ടുപോകാനായിട്ട് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം പുറത്ത് വെച്ച് ബാഗ് വയ്ക്കുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ വിശുദ്ധ തൈലം വെച്ച് പ്രാർത്ഥിച്ചു. തേനും എടുത്തു.
കയ്യിലൊരു നുള്ളുപ്പ് ആരും കാണാതെ പിടിച്ചു. കാര്യം അവരൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അത് പരീക്ഷാ ഹാളിലേക്ക് കയറിയപ്പോൾ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഒരു ഇട്ടിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഇത് എടുക്കുമ്പോഴും ഞാൻ അത്യാവശ്യം നല്ല എമൗണ്ടാണ് എക്സാം ഫീസ്. അപ്പോൾ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു എമൗണ്ട് വേണം എക്സാം ഫീസ് എടുക്കാനായിട്ട്. അപ്പം ഞാൻ മാതാവിനോട് ഒത്തിരി സങ്കടത്തോടു കൂടി തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എനിക്ക് നല്ല ഒരു സ്കോർ നൽകിയിട്ട് വേണം എനിക്ക് ഇനി എഴുതാനായിട്ടൊന്നും എനിക്ക് പറ്റില്ല, പൈസയും ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എക്സാം ഹാളിൽ ചെന്നു. എല്ലാ മോഡ്യൂൾസും ഭയങ്കര ടഫായിരുന്നു. ലിസ്ണിങ്ങിന് കയറിയിരുന്നു. ലിസ്ണിങ്ങിന് ഫസ്റ്റ് ഓഡിയോ, ഫസ്റ്റ് സെഷൻ 2 or 3 ആൻസർ ഒഴിച്ച് ബാക്കി ഒന്നും കേട്ടില്ല. ടെൻഷൻ കാരണം കേൾക്കാൻ പറ്റിയില്ല. അത് കടന്നുപോയി. ഓരോന്നും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഭയങ്കര ടെൻഷനായി. എക്സാം കംപ്ലീറ്റ് തീർന്നു, ലിസണിങ് തീർന്നു. എന്നാൽ ഇനി റൈറ്റിംഗ് ആയി, റീഡിങ്ങിനും ഇത്രയും നാളും ചെയ്തതിൽ വെച്ച് ഏറ്റവും ടഫായിട്ടുള്ളൊരു മെറ്റീരിയലാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. സമയവും കൃത്യസമയമേ ഉള്ളൂ. നമ്മൾ എഴുതിയാലും എഴുതിയില്ലെങ്കിലും അവർ വാങ്ങിയിട്ട് പോവും. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. പകുതി ക്വസ്റ്റ്യൻസും വായിച്ച് മനസ്സിലാക്കി എഴുതാൻ പറ്റിയില്ല. ഉടമ്പടി കാശുരൂപം വെച്ചിട്ട് പ്രാർത്ഥിച്ച് ജെറമിയ 33:3 ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുക്കുമ്പം വചനം പ്രാർത്ഥിക്കാനായിട്ട് നന്നായിരുന്നു. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരം അരുളും, നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കാശുരൂപം വെച്ച് ഓരോ ആൻസറുകളും എഴുതിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പേപ്പർ തിരിച്ചു കൊടുത്തു. റൈറ്റിങ്ങിൻ്റെ സമയത്തും ഇത് തന്നെ സംഭവിച്ചു. ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. അതിൽ എഴുതേണ്ട സബ്ജക്റ്റ് അതിൽ നിന്ന് മാറിപ്പോയി. എഴുതിയപ്പം കംപ്ലീറ്റ് തുടച്ച് തിരുത്തി എഴുതാനുള്ളൊരു സമയം റൈറ്റിങ്ങിനും കിട്ടിയിട്ടില്ല. ഈ 3 മോഡ്യൂളുകളും തീർന്നു. എന്താണേലും ഉറപ്പായി കിട്ടില്ല. എന്നാൽ ഞാൻ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. സ്പീക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്പീക്കിങ്ങിൻ്റെ സമയമായി. ഞാൻ സ്പീക്കിങ്ങിൻ്റെ ഹോളിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കുട്ടികൾ എൻ്റെ എതിരെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്പീക്കിങ്ങിന് പൊതുവെ എല്ലാവർക്കും ടെൻഷനായിരിക്കും. കാര്യം നമ്മൾ ഫേസ് ടു ഫേസ് അന്നേരം സ്പീക്ക് ചെയ്യണമല്ലോ. അപ്പോൾ കുറച്ച് കുട്ടികൾ ഇങ്ങ് തിരിച്ചു പോകുന്ന സമയത്ത് അവർ 2 ടോപ്പിക്കുകൾ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാനത് കേട്ടു. എന്നാൽ ഞാനത് കേട്ടിട്ട് ഞാൻ സ്പീക്കിങ്ങിന് പോയി. അവരെന്തിനാ അങ്ങനെ ടോപ്പിക്ക് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. സാധാരണ ആർക്കും സെയിം ടോപ്പിക്കുകൾ റിപ്പീറ്റ് ചെയ്ത് കിട്ടില്ല. ഞാൻ സ്പീക്കിങ്ങിന് ചെന്നിരുന്നു. എൻ്റെ ടെൻഷൻ കൊണ്ടായിരിക്കാം മാതാവ് പറഞ്ഞതുപോലെ ആ സെയിം ടോപ്പിക്ക് 2 സെഷനാണ് ഞങ്ങൾക്ക്. 2 സെഷനും ആ സെയിം ടോപ്പിക്ക് തന്നെ ചോദിച്ചു. എനിക്ക് ടെൻഷൻ കാരണമാണോ എന്താണോ അവർ ചോദിച്ചു. എന്തൊക്കെയോ മറുപടി ഞാൻ സംസാരിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. സ്പീക്കിങ്ങും കഴിഞ്ഞു, തിരിച്ചു പോന്നു. തിരിച്ച് പുറത്തിറങ്ങിയപ്പോഴും എനിക്കറിയായിരുന്നു ഇത്രയും ടഫായിട്ടുള്ളൊരു മെറ്റീരിയലും ഈ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ മോക്ക് ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്താണേലും എഴുതി പുറത്തു വന്നു. അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഭയങ്കര വിഷമമായതുകൊണ്ട് കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ഉപ്പെടുത്തിട്ട് അവിടെ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് അത്യാവശ്യം നല്ല സ്കോർ നൽകി എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണേ മാതാവ്. എനിക്ക് ഇനി ഒരു എക്സാം എഴുതാൻ ഇങ്ങോട്ട് എന്നെ വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചു പോന്നു. ഇയർ എൻഡിങ് ആയതുകൊണ്ട് തന്നെ ഡിസംബറിൽ നടന്ന, സാധാരണ ഒരു 2 വീക്സൊക്കെ കഴിയുമ്പോൾ എക്സാം റിസൾട്ട് വരേണ്ടതാണ്. ഇയർ എൻഡിങ് ആയതുകൊണ്ട് ജനുവരി 17 എൻ്റെ റിസൾട്ട് വന്നത്. ജനുവരി 17 റിസൾട്ട് വരുമ്പം എനിക്ക് എൻ്റെ എല്ലാ മോഡ്യൂളുകൾക്കും UK സ്കോർ ബി സ്കോർ നൽകിയിട്ടാണ് എൻ്റെ എല്ലാ മോഡ്യൂളുകളും വന്നത്. ഏറ്റവും പാടായിരുന്നു റൈറ്റിങ്. അതിൻ്റെ സബ്ജക്റ്റ് പോലും മാറിപ്പോയതാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് റൈറ്റിങ്ങിനാണ്. അങ്ങനെ എല്ലാ മോഡ്യൂളുകൾക്കും B നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഇത് കഴിഞ്ഞും OET കിട്ടിക്കഴിഞ്ഞും പിന്നെയും എക്സാംസ് ഉണ്ടായിരുന്നു. ഞാനൊരു ലേബർ റൂം സ്റ്റാഫാണ്. അപ്പോൾ
ഗൈനിക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂസ് എല്ലാവരും വിചാരിക്കും OT കിട്ടിയ ഉടനെ നമുക്ക് പോകാൻ പറ്റുമെന്ന്. അങ്ങനെയല്ല, നമുക്ക് ഇൻ്റർവ്യൂ കിട്ടണം, പിന്നെ CBT ഉണ്ട്, കുറേ പ്രോസസ്സിങ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അത് കിട്ടിയില്ല. വേറെ ഇൻ്റർവ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടൊന്നും, ഗൈനിക് സെക്ഷൻ ആയതുകൊണ്ടാണ് അത്രയും ബുദ്ധിമുട്ട് വരുവാണ്. അങ്ങനെ ഞാനും ഹസ്ബൻഡും ഇവിടെ വന്നായിരുന്നു ഉടമ്പടി പുതുക്കാൻ. ആ സമയത്ത് ഞങ്ങളൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. മെയ് മാസത്തിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂ ഓൾറെഡി അവർ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ഒരു 24-ാം തീയതിയാണ്. അപ്പം ഇൻ്റർവ്യൂ വരുന്ന 24-ാം തീയതി കഴിഞ്ഞുള്ള ഒരു ഡേറ്റിനാണ്. പെട്ടെന്ന് ഞാൻ കൊടുത്തിരിക്കുന്ന ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, വേറൊരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യാം, അത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ പെട്ടെന്ന് തന്നെ 20-ാം തീയതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് UKNHS ഹോസ്പിറ്റലിലേക്ക് ഇൻ്റർവ്യൂ കിട്ടി. ഞാനൊരു 10 ലക്ഷം 10-12 ലക്ഷം രൂപ മുടക്കി പോകേണ്ട സ്ഥാനത്ത് ഞാൻ എൻ്റെ എഴുതിയ എക്സാമിനും എല്ലാ പ്രോസസ്സിങ്ങിൻ്റെയും പൈസ റീഎംബേഴ്സ്മെൻ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്ത ഉടനെ തന്നെ കിട്ടത്തക്ക രീതിയിലാണ് മാതാവ് എനിക്ക് ഈ ജോലി നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത്. പെർമനൻ്റായിട്ട് NHSലേക്ക് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഞാനൊരു സീനിയർ കെയററെങ്കിലും അപ്ലൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് OET എഴുതിയത്. ഇത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, കാരണം നമുക്കറിയാം, നമ്മൾ എക്സാം ഹോളിലിരിക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ മെറിറ്റ് തീർന്നു പോകുന്നത്. നമുക്ക് ആ ഒരു സെക്കൻഡിൽ മൊത്തം ബ്ലാങ്കായി പോവും, ഒന്നും എഴുതാൻ പറ്റില്ല. അവിടെ സമയം വേസ്റ്റ് ചെയ്യാനുള്ള ഒരു സെക്കൻഡ് പോലും ഇല്ല. ആ ബ്ലാങ്കായി പോകുന്ന സമയം കൊണ്ട് ഓൾമോസ്റ്റ് നമ്മൾ എക്സാം ചെയ്യിക്കാനുള്ള ക്വസ്റ്റ്യൻസ് കവറായി കഴിഞ്ഞിരിക്കും. അപ്പം അത്രയും ടെൻഷൻ അടിച്ച് എഴുതുന്ന എക്സാമാണത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ എല്ലാ വിസ പ്രോസസ്സിങ്ങും കഴിഞ്ഞു. 20-ാം തീയതി ഞാൻ UK പോവുകയാണ്. അതുപോലെ എൻ്റെ വീട് ഇവിടെ ചേർത്തല അടുത്താണ്. അവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഒരു 15 വർഷമായിട്ട് കച്ചവടമാകാതെ അങ്ങനെ കിടക്കുമായിരുന്നു. അത് കച്ചവടമാകാത്തത് കൊണ്ട് തന്നെ ചെറിയ വഴിയേ ഉള്ളൂ, റോഡ് സൈഡല്ല. അതുകൊണ്ട് തന്നെ കച്ചവടമാകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3 മാസം മുൻപ് ആ സ്ഥലം പെട്ടെന്ന് തന്നെ കച്ചവടമായി. ഇതുകൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഉടമ്പടി എടുക്കുമ്പോഴത്തേക്കാണേലും എനിക്ക് എപ്പോഴും മനസ്സിനൊരു ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് കൃത്യം 2 ആഴ്ച കഴിഞ്ഞപ്പം ഇപ്പം തന്നെ പുറത്തേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്നത് പോകാൻ പറ്റാത്ത രീതിയിൽ ക്യാൻസലായി പോയപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇത് ഇങ്ങനെ എന്താ മാതാവേ സംഭവിച്ചതെന്ന്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിഷമിക്കുന്ന സമയത്ത് ഇവിടെ അച്ഛൻ ചൊവ്വാഴ്ചയുള്ള ടോക്കിൽ അച്ഛൻ പറയും, നമുക്കങ്ങനെ ഓരോ വീഴ്ചകൾ വരുമ്പം അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുപോലെ ഞാൻ മനസ്സിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞാനിവിടെയുള്ള ടോക്ക് കേൾക്കുമ്പം അതിൽ അച്ഛനാ ഉത്തരം എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഞാൻ എന്തിനെ ഓർത്താണോ വിഷമിക്കുന്നത് അത് കൃത്യമായിട്ട് അച്ഛനിവിടെ പറയും. അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിലെ ബുദ്ധിമുട്ട് മാറും. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.